അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മുടെ വണ്ടിക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കോരാനുള്ള ഷവല് പോലെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ പഹയന്മാരെ ഇങ്ങനെ കോരി എടുത്തിട്ട് സൈഡിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. നമ്മളുടെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു സംഗതി ഒരു ബസ്സാണ്, ഒരു വലിയ ട്രക്കാണ്. ആ ട്രക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ബൈജൻ നായർ കണ്ടിരുന്നെങ്കിൽ ഇന്ന് ഈ ഗൾഫ് ഹൗസ് വാട്ടർഫാൾസിലേക്കൊന്നും പോവില്ല. നമ്മൾ നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറക്കെട്ടുകളിൽ ഈ പാറപ്രദേശത്ത് അവിടെ ചെറിയ കുഴികൾ, ആ കുഴികളിലൊക്കെ വെള്ളമുണ്ട്. ആ വെള്ളം ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബ്ലു 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 എന്നിട്ട് ഈ ബബിൾസ് ഉണ്ടായിട്ട് ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഐസ്ലാൻഡിൽ നമ്മളുടെ സ്ഥലത്തൊക്കെ എത്രയോ മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി കഴിഞ്ഞ മാറ്റങ്ങൾ ഇപ്പോൾ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഭൂമിയുടെ ബേബിയാണ് ഐസ്ലൻഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഐസ്ലൻഡ് എന്ന് പറയുന്നത് വിചിത്രമായ അത്ഭുതകരമായ കാഴ്ചകൾ ഒരുക്കി വെച്ച ഒരു സ്ഥലമാണ്. ഐസ്ലൻഡ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കാണേണ്ടതാണ്. കീരിയോ വോൾക്കാനിക് ക്രേറ്ററിൽ നിന്ന് ആ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ട് സന്തോഷിച്ച് ക്ഷീണിതരെങ്കിലും അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയായി. അപ്പോൾ ആ യാത്ര ചെല്ലുന്നത് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് കാണാം, ഹോട്ട് സ്പ്രിംഗ് എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഈ ഹോട്ട് സ്പ്രിങ്സ് നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ കുളു മണാലിയിലൊക്കെ ചെല്ലുമ്പോൾ മണാലിക്ക് അടുത്ത് ഒരു മണികർണിക എന്ന് പറയുന്ന സ്ഥലമുണ്ട്. മണികർണിക അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. മണികർണികയിലൊരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. ചുറ്റും തണുത്ത വെള്ളമുണ്ട്. ഇതിൻ്റെ നടുവിൽ തിളച്ചു മറിയുന്ന ഒരു നീരുറവയുണ്ട്. അതിൽ ഭക്തജനങ്ങൾ വന്നിട്ട് ഈ അരി കിഴി കെട്ടിയിട്ട് ഈ മണികർണികയിലേക്ക് കയറിൽ കെട്ടിയിട്ട് ഇടും. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് അത് ചോറായിട്ട് വരും. ആ ചോറ് കഴിക്കും. അത് നിവേദ്യമാണ് എന്ന് പറഞ്ഞിട്ട് കഴിക്കും. അതിൽ കുളിക്കും, മണികർണികയിൽ കുളിക്കും. അങ്ങനെ അപ്പോൾ അങ്ങനത്തെ ഹോട്ട് സ്പ്രിങ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സ്ഥലം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. യാത്രയിൽ പതിവ് ദൃശ്യങ്ങൾ നമ്മുടെ ബാരനായിട്ടുള്ള ലാൻഡ്, അതിൽ ഗ്രീൻ മോസ് നിറയെ. ഇപ്പോൾ താരതമ്യേന കൂടുതൽ ഗ്രീനറി ഉണ്ട്. ഗ്രീൻ മോസുകൾ നന്നായിട്ടുണ്ട്. അതായത് ലാവ ഉറഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെയൊക്കെ ഗ്രീൻ ഇതുണ്ട്. വെള്ളം സർപ്ലസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, ഇഷ്ടംപോലെ വെള്ളമുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡിൽ വേറെ എവിടെയും കാണാത്ത മരങ്ങളുണ്ട്. ഇവിടെ കുറേ ദൂരെ നമുക്ക് മരങ്ങൾ കാണാം. അത് വളരെ റെയറായിട്ടുള്ള കാഴ്ചയാണ്. ഗ്രീൻലാൻഡിൽ അത്രയും യാത്ര ചെയ്തിട്ട് അത്രയും മരങ്ങൾ നമ്മൾ ഈ പാസ് ചെയ്യുന്ന വഴികളിൽ കാണുന്നുണ്ട്. അതുപോലെ എനർജിയുടെ നമ്മുടെ സോളാർ പോലെയുള്ള എനർജി സേവിങ്, എനർജി ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ചില ഈ വൈറ്റ് ഡോം പോലെയുള്ള സാധനങ്ങൾ ഈ യാത്രയിൽ കാണുന്നുണ്ട്. ഡോം പോലെ അത് ഈ എനർജി ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണെന്നാണ് പറയുന്നത്. അവർ ഗൈഡ് പറഞ്ഞു തന്നത്. പോകുന്ന വഴിയിൽ നേരത്തെ പറഞ്ഞ ഈ കാലികൾക്ക് ഭക്ഷണമായി കൊടുക്കുന്ന ഒരു തരം ചോളം ഉണ്ട്. അത് ക്രോപ്പിംഗ് കഴിഞ്ഞിട്ട് അതിങ്ങനെ പൊളിത്തീൻ കവറിൽ പാക്ക് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നിറയെ ഈ ബാരൻ ലാൻഡുകളിൽ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ, അത് അടുത്ത കൊയ്ത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ കൃഷി സ്ഥലങ്ങളാണെന്ന് മനസ്സിലാവും. കൃഷിയുണ്ട് അവിടെ. അത് ഈ കാലികൾക്കുള്ള ചോളമാണ് അവിടെ ഉണ്ടാക്കുന്നത്. ചോളവും പുല്ലും ഒക്കെയാണ് അവിടെ ഉണ്ടാക്കുന്നത്. അത് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അത് കെട്ടി വെച്ചിട്ടുണ്ട്. അത് വിദേശത്തേക്ക് അതുപോലെ തന്നെ കയറ്റി അയക്കും. സമീപ പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ കാലിത്തീറ്റ ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഞങ്ങളുടെ യാത്ര ഗൈസിർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഗൈസിർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ചെന്ന് വണ്ടി ഇറങ്ങുമ്പോൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അവിടുത്തെ ചില കൗതുക വസ്തുക്കൾ വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഷോപ്പുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ പുറത്ത് രണ്ടാളുകൾ റെസ്ലിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രതിമയുണ്ട്, ഒരു ശില്പമുണ്ട്. ആ പ്രതിമ ഒരാൾ മറ്റൊരാളെങ്ങനെ ഷോൾഡറിന് മീതെ ഇങ്ങനെ പൊക്കിയിരിക്കുകയാണ്. അയാളുടെ കഴുത്ത്, തല ഈ ഷോൾഡറിലുണ്ടാവും. ആൾ നേരെ കുത്തനെ ആളെ പൊക്കി നിൽക്കുന്ന ഒരു അഭ്യാസിയുടെ പ്രതിമയാണ്. ആ റെസ്ലിങ്ങിന് പറയുന്നത് ഗ്ലിമ എന്നാണ്. ഗ്ലിമ ഐസ്ലാൻഡിക് റെസ്ലിംഗ്. ഗ്ലിമ ഐസ്ലാൻഡിക് റെസ്ലിങ്ങിൻ്റെ പ്രത്യേകത അത് വയലൻ്റ് അല്ല, അത് ബാലൻസിങ്ങിൻ്റെയും ക്ഷമയുടെയും അഭ്യാസത്തിൻ്റെയും ഒരു പ്രകടനം മാത്രമാണ്. അല്ലാതെ നമ്മൾ WWF ഒക്കെ കാണുന്ന പോലെയുള്ള വയലൻ്റായിട്ടുള്ള അറ്റാക്കുകളല്ല. രണ്ട് റെസ്ലേഴ്സും പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് അവരുടെ അഭ്യാസവും അവരുടെ ബാലൻസിങ് സ്കില്ലും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു റെസ്ലിംഗാണ് ഐസ്ലാൻഡിക് റെസ്ലിംഗ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ട് അവിടെ. അപ്പോഴും നമുക്ക് ഇത് എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച എന്താണെന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ മണികർണികയൊക്കെ പോലുള്ളൊരു ഭയങ്കര സ്ഥലം, അവിടെ ഇങ്ങനെ ഹോട്ടായിട്ടുള്ള സ്പ്രിങ് ഉണ്ടാവും, ഉറവയുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഞങ്ങളവിടെ നിന്ന് നടന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ കാണുന്നത് ബാരനായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലം. വെളുപ്പ് നിറത്തിലും വെളുപ്പിനോട് ചേർന്ന നിറത്തിലുമുള്ള ഒരു പാറപ്രദേശം, നിരപ്പായി കിടക്കുന്ന ഒരു പാറപ്രദേശം. പക്ഷെ ഞങ്ങൾ എത്തുന്നത് നല്ല തണുപ്പുള്ളൊരു പകലിലാണ്. ഇരുണ്ട്, അത്രയധികം ബ്രൈറ്റ് സണ്ണൊന്നും ഇല്ലാത്ത ഒരു പകല്, ഒരു 5-6 ഒക്കെ ഡിഗ്രി ആണ് അന്തരീക്ഷ ഊഷ്മാവ്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഈ പരന്ന് കിടക്കുന്ന ഈ പാറക്കെട്ട് പോലെയുള്ള ചുണ്ണാമ്പ് കല്ല് പോലെയുള്ള ആ പ്രദേശത്ത് നിന്ന് മുഴുവൻ നീരാവി ഇങ്ങനെ പൊന്തുന്നുണ്ട്. ആ ഏരിയ മുഴുവൻ നീരാവി ഇങ്ങനെ പൊന്താണ്. ആകാശത്തേക്കല്ല ഉയരണം, അതിങ്ങനെ നിലത്ത് നിന്ന് പൊന്തിയിട്ട് ഇങ്ങനെ ഭൂമിക്ക് പാരലായിട്ട് ഇങ്ങനെ ഒരു പുകപടലം പോലെ ഇങ്ങനെ സ്പ്രെഡായിട്ടുണ്ട്. നമ്മൾ നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറക്കെട്ടുകളിൽ, ഈ പാറപ്രദേശത്ത് അവിടെ ചെറിയ കുഴികൾ, ആ കുഴികളിലൊക്കെ വെള്ളമുണ്ട്. ആ വെള്ളം ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബ്ലു എന്നിട്ട് ഈ ബബിൾസ് ഉണ്ടായിട്ട് ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്ന നീരാവിയാണ് ഇതിൻ്റെ മീതെ നമ്മളൊരു മൂടൽമഞ്ഞ് പോലെ ദൂരെ നിന്ന് കണ്ടത്. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. അതിൻ്റെ സഞ്ചാരികളൊക്കെ അതിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കേണ്ട ഒരു അത്ഭുത കാഴ്ചയാണ്. അത് ഒരെണ്ണമല്ല, ഇങ്ങനെ വരിയായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ ചെറിയ ബൗളുകളിൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കേണ്ടത് നീരാവി പൊങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളത് കണ്ട് വീഡിയോ എടുത്തുകൊണ്ട് പോയി. പിന്നെ നാസിയും ഉണ്ണിയും മാറി മാറി ഞാൻ ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഏരിയ മുഴുവൻ ഇതുപോലെ ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ മുന്നോട്ട് നടക്കുമ്പോൾ ഈ കുഴികളുടെ വിസ്താരം കൂടിക്കൊണ്ട് വന്നു. ഇതിനേക്കാൾ വലിയ വിസ്താരമുള്ള കുഴികൾ, ആ കുഴികളിൽ ഭയങ്കരമായിട്ട് തിളയ്ക്കുന്ന വെള്ളം, ഉയരുന്ന നീരാവി. പക്ഷെ ഇവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ
കുറേ ദൂരെ ആളുകളെല്ലാം ഇങ്ങനെ വട്ടം കൂടി നിൽക്കുകയും ചില ആർപ്പ് വിളിയുടെ ശബ്ദം കേട്ട് ഞാൻ നോക്കുമ്പോൾ കാണാം ഇതിൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ബൗള് പോലെ വെള്ളം തിളച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിനപ്പുറത്ത് ഒരു ചെറിയ ലേക്ക് പോലെ ഒരു റൗണ്ട് ടേബിള് ഒരു 3-4 റൗണ്ട് ടേബിളിൻ്റെ വട്ടമുള്ള ഒരു ബൗൾ ഉണ്ട്, ഒരു വലിയ പാത്രം. അവിടെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. അവിടെ നല്ലോണം നീരാവി, താരതമ്യേന വലിയ സ്ഥലമായതുകൊണ്ട് വലിയ തോതിൽ നീരാവി ഉണ്ടാവുന്നുണ്ട്. പെട്ടെന്നൊരു ആരവം കേട്ടിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ബൗളിൽ നിന്ന് വെള്ളം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഒരു ഫൗണ്ടൻ പോലെ സ്പ്രേ ചെയ്യാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സ്ഥലം വെറുതെ തിളച്ചു മറിയൽ മാത്രമല്ല, ഇതിൽ നിന്ന് ഈ അഗ്നിപർവ്വതം സ്ഫോടനം ഉണ്ടാകുമ്പോൾ ലാവ പുറത്തു വരുന്നത് പോലെ ഈ വെള്ളം മുകളിലേക്ക് ഇറപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അതൊരു ഫൗണ്ടൻ പോലെ ഭയങ്കര ഫോഴ്സിൽ മുകളിലേക്ക് ചീറ്റുകയാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത, ഇത് ഇപ്പം നമ്മൾ നേരത്തെ റേക്വിക്കിൽ പോയപ്പോൾ അവിടെ സ്പാ ആയിട്ട് മാറിയ ഈ ഇതുപോലെ ഹോട്ട് വാട്ടറിൻ്റെ സ്പാ ആക്കി മാറ്റിയ സ്ഥലങ്ങളിൽ നമ്മൾ പോയി കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റില്ല. ഇവിടെ അതിൻ്റെ പരിസരത്തേക്ക് ഇറങ്ങാനേ പാടില്ല. ചുറ്റും കമ്പി വേലി കെട്ടി തിരിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാതിരിക്കാൻ. കുട്ടികളെ ശ്രദ്ധിക്കണം, കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലതെന്ന് ഒരു സ്പെഷ്യലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇത് 80 തൊട്ട് 100 ഡിഗ്രി വരെ തിളച്ച വെള്ളമാണ്. 100 ഡിഗ്രിയിൽ കൂടുതൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സ്പ്രേ ചെയ്യുമ്പോൾ അത് മെയ്ത വീണ് കഴിഞ്ഞാൽ ദേഹം മുഴുവൻ പൊള്ളിപ്പോവും. സിലിക്കയുടെയും സൾഫറിൻ്റെയും പ്രസൻസ് ഉള്ളതുകൊണ്ട് അത് ഹെൽത്തി അല്ല, ദേഹത്ത് വീഴുന്നതും ചൂടും പ്രത്യേകിച്ചും. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇത് ഈ സാധനത്തിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ഈ വെള്ളം ചൂടാവാൻ കാരണം ഇത് ഭൂമിയുടെ പ്ലേറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഭൂമിയുടെ വളർച്ച ഇപ്പോഴും പൂർത്തിയാവാത്തൊരു സ്ഥലമാണ് ഈ ഐസ്ലാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ സ്ഥലങ്ങൾ ഒരുവിധം വളർച്ച പൂർത്തിയായി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി എന്ത് മാറ്റം ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയില്ല. മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നുമില്ല. മാറ്റം സംഭവിക്കുന്നുണ്ടാവും ഒബ്വിയസ്ലി, പക്ഷെ നമ്മളത് അറിയുന്നില്ല. പക്ഷെ ഇവിടെ ഐസ്ലാൻഡിൽ നമ്മളുടെ സ്ഥലത്തൊക്കെ എത്രയോ മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി കഴിഞ്ഞ മാറ്റങ്ങൾ ഇപ്പോൾ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഭൂമിയുടെ ബേബിയാണ് ഐസ്ലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഇപ്പോൾ ഈ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഭൂമിയുടെ പല പ്ലേറ്റുകൾ തമ്മിൽ അകലുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്ലേറ്റ്സ് ഇങ്ങനെ അകലാണ്. അപ്പോൾ അങ്ങനെ അകലുമ്പോൾ ഉണ്ടാവുന്ന ഗ്യാപ്പിലൂടെ താരതമ്യേന ഈ ഭൂമിയുടെ അടിയിലുള്ള ഊഷ്മാവിൽ തിളച്ച് ഉരുകിയിരിക്കുന്ന പാറകളും ധാതുക്കളും ലവണങ്ങളും ഒക്കെ ഉരുകിയിരിക്കുന്ന അവസ്ഥയിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് പ്രഷറിൽ ഇത് നീങ്ങുമ്പോൾ പുറത്തേക്ക് വരുന്നതാണ് ലാവ. പക്ഷേ ഇവിടെ ഈ മാഗ്മ കുറേ കൂടി താഴെയായിരിക്കും. അപ്പോൾ ലാവയല്ല പുറത്ത് വരുന്നത്. ഈ മാഗ്മയുടെ ചൂടിൽ വെട്ടിത്തിളയ്ക്കുന്ന ഈ ഭൂഗർഭജലം ഈ സ്പ്ലിറ്റായിക്കൊണ്ടിരിക്കുന്ന, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അകന്നുകൊണ്ടിരിക്കുന്ന ഈ പ്ലേറ്റുകളിലൂടെ പുറത്തേക്ക് വരുന്നതാണ് നമ്മളിവിടെ കാണുന്ന പ്രതിഭാസം. ഇത് ഐസ്ലൻഡ് ഒരു വൾക്കാനിക് ബോർഡറിലുള്ള സ്ഥലമായതുകൊണ്ട്, വൾക്കാനിക് ഓൾറെഡി ഇതിനുള്ളിലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇത്തരം വെള്ളം ഈ ഹോട്ട് സ്പ്രിങ്സ് പല സ്ഥലത്തും ഉണ്ട്. ഇത് അതിൻ്റെ ഏറ്റവും എവിഡൻ്റായിട്ട് ഏറ്റവും അടുത്ത് പോകാവുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ ടൂറിസ്റ്റുകളെ അലൗ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര കാഴ്ചയാണ്. അപ്പോൾ പിന്നെ ഞാൻ കുറേ നേരം മൊബൈൽ ക്യാമറയായിട്ട്
ഈ മുകളിലേക്ക് സ്പ്രേ ചെയ്യുന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലോ മോഷനിലൊക്കെ ഇട്ടിട്ടൊക്കെ വെയിറ്റ് ചെയ്തു. പക്ഷെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും അത് കിട്ടിയില്ല. പക്ഷെ ഞാൻ കുറേ നേരം ചെയ്ത് നോക്കിയിട്ട് കിട്ടാണ്ട് ഞാൻ എന്തോ ഒരു കാര്യത്തിൽ എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് പെട്ടെന്ന് ഈ സാധനം വെള്ളം മുകളിലേക്ക് സ്പ്രേ ചെയ്തു. ആ സ്പ്രേ ചെയ്ത ഉടനെ എനിക്കതിൻ്റെ ഓപ്പൺ ചെയ്ത് വരുന്നത് ഒരു വീഡിയോ കിട്ടിയിരുന്നു. അതെങ്ങനെയോ എവിടെയോ മിസ്സായിട്ടുണ്ട്. ആ സ്പ്രേ ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണത് സ്പ്രേ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നെറ്റിൽ അത് സ്പ്രേയിങ് തുടങ്ങുന്ന വിഷ്വൽ എവിടെയെങ്കിലും ആരെങ്കിലും എടുത്തത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് മോഷ്ടിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ ഇടാം. ഇതൊരു ഭയങ്കര കാഴ്ചയാണ്. ഇതിൽ ഉള്ള ഈ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു തടാകങ്ങളിൽ നിന്ന് താരതമ്യേന വലുപ്പം കൂടിയ ഈ ഒരു തടാകത്തിലാണ് ഈ സ്പ്രേയിങ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ നടന്ന് നീങ്ങി മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു അപ്പുറത്ത് ഒരു ഇതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ള, കുറച്ചും കൂടിയും ഭംഗിയുള്ള, കുറച്ചും കൂടിയും ഒരു ഷേപ്പുള്ള ഒരു തടാകമുണ്ട്. അതിലും വെള്ളം ചൂട് തന്നെയാണ്. അതിൽ നിന്ന് നീരാവിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന നീരാവിയും ഈ തടാകത്തിൽ നിന്ന് വരുന്ന നീരാവിയും കൂടിയിട്ട് ക്രോസ് ചെയ്യുന്ന ഒരു പോയിന്റിൽ നമ്മൾ ശരിക്കും ഈ ഇന്നലെ എന്നൊക്കെ പറഞ്ഞ പത്മരാജൻ സിനിമയിൽ ഈ പുകമഞ്ഞിനിടയിലൂടെ ശോഭന നടന്നു വരുന്ന ഒരു മനോഹരമായ ഷോട്ടുണ്ട്. അതുപോലെ ആ ഷോട്ട് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇത് പുക ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചില സമയത്ത് അപ്രത്യക്ഷനാവും. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാനൊരു ഷോട്ട് നാസീനെ കൊണ്ട് ഉണ്ണിയെ മറ്റാണ് എടുത്തത്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു ഷോട്ട് എടുക്കാൻ, റീൽസിലേക്ക് വേണ്ട ഷോട്ട് എടുക്കാനേ അറിയുള്ളൂ. പക്ഷേ സിനിമാറ്റിക്കായിട്ടൊരു ഷോട്ടിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ആദ്യം ഞാൻ ഒന്ന് മാറി, ഫ്രെയിമിൽ നിന്ന് മാറി നിന്നിട്ട് ഈ സ്മോക്ക് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് ആ സ്മോക്കിലേക്ക് എൻ്റർ ചെയ്തിട്ട് ആ സ്മോക്ക് പോകുന്നത് വരെ ക്യാമറ അനക്കാതെ ഹോൾഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് നേരെ വരികയോ ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് ഈ സ്മോക്ക് എന്നെ റിവീൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനമാണ് ശരിക്കും വേണ്ടത്. പക്ഷേ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ട് എടുപ്പിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. എനിക്ക് വേണമെങ്കിൽ വേറൊരാളുടെ ഷോട്ട് അങ്ങനെ എടുക്കാൻ പറ്റും. അല്ലാതെ ഒരു ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ മനസ്സിൽ കാണുന്നത് പോലെ അവർ മനസ്സിലാക്കിയിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഒരു റിയൽ വീഡിയോഗ്രാഫർ എൻ്റെ കൂടെ ഇല്ല, ട്രാവൽ ചെയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെയുള്ള ചില ഔട്ട്സ്റ്റാൻഡിങ് ഷോട്ടുകൾക്കുള്ള സാധ്യത കണ്ടിട്ട് വെള്ളമിറക്കി നിരാശനായിട്ട് പോരേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ സ്ഥലത്ത് ഒരു തിരക്കേടില്ലാത്തൊരു ഷോട്ട് നാസി എടുത്തു തന്നു. ഫോഗിനുള്ളിൽ നിൽക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തു തന്നു. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള ആ കാണാൻ ഭംഗിയുള്ള ആ റൗണ്ട് ഷേപ്പ്, നല്ല ഷേപ്പുള്ള ആ ലേക്ക് തിളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവിടെയും ചിലപ്പോൾ ഈ വെള്ളം മുകളിലേക്ക് സ്പ്രേ ചെയ്യുന്ന ഫൗണ്ടൻ പോലെ വരുന്നത് ഉണ്ടാവും എന്ന് വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബെന്നി പറഞ്ഞു അത് ഡോമൻറ്റ് ലേക്കാണ്, എന്ന് വെച്ചാൽ സ്പ്രേയിങ് ഉണ്ടാവില്ല, അത് കുറച്ചുകൂടി ശാന്തമായിട്ടുള്ള ലേക്കാണ്. ലൈവല്ലാത്ത അഗ്നിപർവ്വതം പോലെ ഇത് ശാന്തമായിരിക്കുന്ന ഈ സ്പ്രേ ചെയ്യാത്ത ഒരു ലേക്കാണ്. വല്ലപ്പോഴും ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ വല്ലപ്പോഴും വന്നേക്കാം, അത്രയേ ഉള്ളൂ. പക്ഷെ സ്ഥിരമായിട്ട് ഇല്ല. അപ്പോൾ അതിൻ്റെയും ഒക്കെ ഫോട്ടോസ് എടുത്ത് കുറേ നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല തണുപ്പുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് എത്തേണ്ട സമയമായതുകൊണ്ട് അവിടെ നിന്ന് മനസ്സോടുകൂടി പുറപ്പെട്ടു. ഐസ്ലാൻഡ് എന്ന് പറയുന്നത് വിചിത്രമായ അത്ഭുതകരമായ കാഴ്ചകൾ ഒരുക്കി വെച്ച ഒരു സ്ഥലമാണ്. ഐസ്ലാൻഡ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കാണേണ്ടതാണ്. ഒരാഴ്ചത്തെ ഒരു ടൂറ് ഐസ്ലാൻഡിലേക്ക്
പോകേണ്ടതാണ്. ഗ്ലേസിയറിൽ നിന്ന് നമ്മൾ പോകുന്നത് ഗൾഫോസ് വാട്ടർഫാൾസിലേക്കാണ്. ഗൾഫോസ് വാട്ടർഫാൾസ് ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ കാണുന്നത് അവിടെ ഇതുപോലെ വിശാലമായിട്ടുള്ളൊരു വലിയ ഗൾഫോസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിനുള്ളിൽ ഈ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ഐസ്ലാൻഡിൻ്റെ ഗൾഫോസിൻ്റെയും ഒക്കെ എന്താ പറയേണ്ടത്, നമ്മളുടെ ചെറിയ ക്യൂരിയോസും സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള വലിയൊരു കടയുണ്ട്. അതിനുള്ളിലേക്ക് നമ്മൾ ആദ്യം കയറിയില്ല. അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പം തന്നെ നമ്മളുടെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു സംഗതി ഒരു ബസ്സാണ്, ഒരു വലിയ ട്രക്കാണ്. ആ ട്രക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ബൈജൻ നായർ കണ്ടിരുന്നെങ്കിൽ ഇന്ന് ഈ ഗൾഫ് ഹൗസ് വാട്ടർഫാൾസിലേക്കൊന്നും പോവില്ല. ഈ ബസ്സിൻ്റെ വീഡിയോ എടുക്കുകയും ഈ ബസ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയും ഈ ബസ്സിൻ്റെ ഡ്രൈവർക്ക് എന്തെങ്കിലും ചില്ലറ കൊടുത്ത് അകത്ത് കയറിയിട്ട് അത് മുഴുവൻ ഷൂട്ട് ചെയ്ത് ആ ബസ്സുമ്മ കെട്ടിമറിയും. അങ്ങനത്തെ ഒരു ബസ്സാണ്. ആ ബസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വീല് വീതമുള്ള ഒരു സെറ്റിൽ 2 വീല്, അങ്ങനത്തെ 4 വീലുകൾ ഫ്രണ്ടിലും അതുപോലത്തെ 4 വീലുകൾ പുറകിലുമുണ്ട്. പിന്നെ ഈ ടയറിൻ്റെ മീതെയാണ് ഈ ബോഡി നിൽക്കുന്നത്. ഈ ടയർ ശരിക്കും നഗ്നമായിട്ട് താഴെ സെപ്പറേറ്റാണ്. അത്രയും മീതെയാണ് ഈ ബസ് ഉള്ളത്, ബസ്സിൻ്റെ ബോഡി ഉള്ളത്. അതുപോലെ അടിയിൽ നമുക്കറിയാം, മുമ്പിലേക്കോ പുറകിലേക്കോ ഒക്കെ പോകുമ്പോൾ സ്നോ ഉണ്ടെങ്കിൽ അതിനെ നീക്കാനുള്ള ഇങ്ങനെ ഒരു ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു ഷീൽഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പൊക്കാനൊക്കെ പറ്റുമായിരിക്കും. അപ്പോൾ മുമ്പിൽ ഐസ് ഉണ്ടെങ്കിൽ ആ ഐസിനെ റിമൂവ് ചെയ്തിട്ട് ഈ ബസ്സിനെ പോകാനുള്ള വഴി ഉണ്ടാക്കുന്ന ഒരു ഷവല് പോലെയുള്ളൊരു സാധനം ഫ്രണ്ടിലുണ്ട്. ബാക്കിലും ഉണ്ട് അങ്ങനത്തെ ഒരു ഷവല്. ഞാനെപ്പോഴും ഈ ഹൈവേ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ, നമ്മുടെ ഹൈവേ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഈ സ്പീഡ് ട്രാക്കിൽ കൂടെ വളരെ പതുക്കെ ഒരു തിരക്കുമില്ലാതെ പോകുന്ന ചില വണ്ടിക്കാരുണ്ട്. അവർക്ക് പോകാൻ സൈഡിലെ ട്രാക്ക് അവർക്ക് പോകാനുള്ളതാണ്, പതുക്കെ പോകേണ്ട ആൾക്കാർക്ക് പോകാനുള്ളതാണ്. ഇത് ഓവർടേക്ക് ചെയ്യാനുള്ളതാണ് ഈ റൈറ്റ് സൈഡിലാണ്. പക്ഷെ അഹങ്കാരത്തോട് കൂടിയിട്ട് ഞങ്ങൾ അറിയാം ഇത് ഓവർടേക്ക് ചെയ്യാനുള്ള ട്രാക്കാണെന്നും സ്പീഡിൽ പോകുന്ന ആളുകൾക്ക് പോകാനുള്ള ട്രാക്കാണെന്ന് അറിഞ്ഞാലും ഞങ്ങൾ ഇത് കൂടെ ഞങ്ങളുടെ സൗകര്യത്തിനെ പോകുമെന്ന് പറഞ്ഞിട്ട് കാർ ഓടിച്ച് പോകുന്ന ചില ആൾക്കാരുണ്ട്. അത് ഭയങ്കര അഹങ്കാരികളായിട്ടുള്ള ആൾക്കാരാണത് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, നമ്മുടെ വണ്ടിക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കോരാനുള്ള ഷവല് പോലെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ പഹയന്മാരെ ഇങ്ങനെ കോരി എടുത്തിട്ട് സൈഡിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, ഇടണ്ട, ഇങ്ങനെ എടുത്തിട്ട് അപ്പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് എപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ ഈ ബസ്സിൻ്റെ മുമ്പിൽ മഞ്ഞനെ അതുപോലെ കോരി മാറ്റാനുള്ളതായിരിക്കണം ഒരു സാധനം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഹൈലാൻഡ് സൂപ്പർ ട്രക്ക് എന്നാണ് അതിന് പറയുന്ന പേര്, ഹൈലാൻഡ് സൂപ്പർ ട്രക്ക്. ഇത് കസ്റ്റം മെയ്ഡാണ്. നമ്മുടെ ഒരു ബസ് കമ്പനിയും ഇങ്ങനെ ഒരു സാധനം റെഡിമെയ്ഡായിട്ട് ചെയ്യുന്നില്ല. ഇതിൻ്റെ സസ്പെൻഷനുകൾ ഒക്കെ നമുക്ക് കാണാം. ഈ വലിയ 8 വീലുകളുടെ ഇടയിൽ ഈ ഹൈറ്റിൽ നിൽക്കുന്ന ബോഡിയുടെ അടിയിൽ സസ്പെൻഷൻ ലീഫുകൾ നമുക്ക് ധാരാളമുണ്ട്, അത് കാണാം. ഇത് ലാവയിലൂടെ, പുഴയിലൂടെ, മണലിലൂടെ, പാറയുടെ മീതക്കൂടെ ഒക്കെ പോവും. ഹീറ്റ് ഉള്ള ലാവ ഫീൽഡിൻ്റെ മീതക്കൂടെയും ഇത് പോവും. ഈ ടയറുകൾ ലോ പ്രഷറാണ് ഈ ടയറുകൾ. പിന്നെ ഈ ക്യാബിൻ, ഈ ബസ്സിൻ്റെ ഉള്ളിൽ പാസഞ്ചേഴ്സ് ഇരിക്കുന്ന ക്യാബിൻ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു അപകടവും പറ്റില്ല. ഈ ബസ് ഒരു അപകടത്തിൽ പെട്ടാലും അതിൻ്റെ ഉള്ളിലുള്ള പാസഞ്ചേഴ്സിനൊന്നും പറ്റില്ല. അതിൻ്റെ ഉള്ളിലുള്ള അറ്റ്മോസ്ഫിയർ, ടെമ്പറേച്ചർ എല്ലാം പെർഫെക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതിനുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ ഒക്കെ ഉള്ളൊരു ബസ്സാണ് ഇത്. ഈ ഐസ്ലാൻഡിന് വേണ്ടി, ഈ ഹൈലാൻഡ് പ്രദേശത്തിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ കമ്പനികൾ ഉണ്ടാക്കി കൊടുക്കുന്ന ബസ്സാണ് ഇത്. നമ്മളിപ്പോൾ കണ്ടത് മൗണ്ടനിയർ ഓഫ് ഐസ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ട്രാവൽ കമ്പനിയുടെ ബസ്സാണ് നമ്മളവിടെ കണ്ടത്. അങ്ങനെ പല ട്രാവൽ കമ്പനികൾക്കും ഇത്തരം ബസ്സുണ്ട്. അത്
ഇപ്പം നമ്മൾ പോയത് 3 ദിവസത്തേക്കാണ് അവിടെ ഐസ്ലാൻഡിൽ. അപ്പം നമുക്ക് ഈ 3 ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റാത്ത അത്രയും സ്ഥലങ്ങളുണ്ട്. അത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഒരു ട്രാക്ക് എന്ന് പറയുന്നത് ഗോൾഡൻ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഐസ്ലാൻഡിലെ ഒരു ടൂറിസം റൂട്ടുണ്ട്. ആ റൂട്ടിലാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിക്വിക്കിൽ എയർപോർട്ട് ഒരു മൂലയിലാണ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ കാഴ്ചകൾ കണ്ട് ഈ സെൽഫോസൊക്കെ വന്നിട്ട് ഇനിയിപ്പോൾ ഗൾഫ് ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു വാട്ടർഫോൾ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഗൾഫ് ഹൗസ് വാട്ടർഫോളാണ് ഇതിൻ്റെ എൻഡ്, ഈ റൂട്ടിൻ്റെ എൻഡ്. എന്നിട്ട് തിരിച്ച് വേറെ റൂട്ടിൽ കൂടെ വരുമ്പോൾ അവിടെയും കാണാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ച് ഈ എയർപോർട്ടിൽ എത്തുന്ന ഒരു ഗോൾഡൻ സർക്കിളുണ്ട്. അത് 3 ദിവസം മിനിമം 3-4 ദിവസം വേണം മിനിമം റൗണ്ട് ചെയ്ത് അത്യാവശ്യം സമയമെടുത്ത് എല്ലാം കണ്ടു വരണമെങ്കിൽ മിനിമം 4 ഡേയ്സ് 3 ഡേയ്സ് 4 ഡേയ്സ് വേണം. അപ്പോൾ നമ്മൾ 4 ഡേയ്സിൻ്റെ ട്രിപ്പ് ആയതുകൊണ്ട് 3 to 4 ഡേയ്സ് ആയിരുന്നു നമ്മളുടെ ട്രിപ്പ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതാണ് അത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ചില സ്ഥലങ്ങളിൽ പോകാൻ പറ്റും. അതിനുള്ളതാണ് ആ ബസ്. ഈ വൾക്കാനോയുടെയൊക്കെ മീതയ്ക്ക്, അതായത് ഇപ്പോൾ സൈലൻ്റായി ഇരിക്കുന്ന വൾക്കാനോയുടെ മീതയൊക്കെ മഞ്ഞ് കാലത്ത് മുഴുവൻ സ്നോ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ സ്നോവിൻ്റെ മീതക്കൂടെ ഈ ബസ് പോവും. ബസ്സിൽ പോയിട്ട് വരികയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഈ ബസ്സിനോട് ചേർന്നിട്ട് ഒരു മൊബൈൽ അവിടെ കിടക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു ബൈക്ക് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഈ മണൽ പ്രദേശത്ത് നമ്മൾ ബഗ്ഗീസ് എന്ന് പറയും, ബഗ്ഗീസ് സ്കൂട്ടേഴ്സ്, അത് ഓടിക്കുന്നത് പോലെ ഐസിൽ ഓടുന്ന ഒരു മൊബൈലാണ്. 2 പേർക്ക് യാത്ര ചെയ്യാവുന്ന ബൈക്ക് പോലെയുള്ളൊരു സാധനം. അതിൻ്റെ അടിയിൽ ഈ ബെൽറ്റ് ഇട്ടിട്ട് ഉള്ള വീല് കാര്യങ്ങളാണ്. ഈ ബെൽറ്റിൻ്റെ ഉള്ളിൽ വീല് ഹീറ്റാക്കുന്ന പറയണത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ മഞ്ഞിൻ്റെ മീതെ കൂടെയൊക്കെ സുഖമായിട്ട് കയറിപ്പോവും. ഇത് ചൂടാകുമ്പോൾ ചിലപ്പോൾ ആ മഞ്ഞൊന്ന് ഒതുങ്ങുമായിരിക്കും. അപ്പോൾ ഇത് പോക്ക് സുഗമമാക്കാൻ ഈ സാധനം ഈ വീല് ഹീറ്റാക്കുന്നതാണ് പറയുന്നത്. ഇത് ഗ്രൂപ്പായിട്ടാണ് മഞ്ഞുകാലത്ത് ഉപയോഗിക്കുന്ന ഒരു മൊബൈലാണത്. അത് ഗ്രൂപ്പായിട്ട് ആളുകൾ ഈ വൾക്കാനോയുടെയൊക്കെ മുകളിലേക്കൊക്കെ ട്രാവൽ ചെയ്യും മഞ്ഞിൻ്റെ വീതക്കൂടെ. അതിനുള്ള മൊബൈലാണ്. അത് രണ്ടും ഒരു ഭയങ്കരമായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന 2 വെഹിക്കിൾസാണ്. ഈ കാഴ്ചകൾ ഓരോന്നും അത്രയധികം റയറായതുകൊണ്ട് പറയുമ്പോൾ ഇങ്ങനെ അറിയാതെ ഒരുപാട് പറഞ്ഞു പോകും. അതിമനോഹരമായ കാഴ്ചയും അത്യപൂർവമായ കാഴ്ചകളാണ്. ഐസ്ലാൻഡിൽ എനിക്ക് തോന്നുന്നു അധികം വ്ളോഗേഴ്സ് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അത് കാരണം ഇത് നിങ്ങൾക്ക് ഫ്രഷായിട്ടുള്ള കാഴ്ചകളായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ എനിക്കറിയുന്ന വിധത്തിൽ ഞാൻ മനസ്സിലാക്കിയ രൂപത്തിൽ ഞാൻ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളിനി കാണാൻ പോകുന്നത് ഗൾഫാസ് വാട്ടർഫോൾസിലേക്കാണ്. ഗൾഫാസ് വാട്ടർഫോളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഐസ്ലാൻഡിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും വലിയ വാട്ടർഫോളാണ്. നമ്മൾ ചെറിയതൊക്കെ കണ്ടു, നേരത്തെ സ്ഥിരം റെയിൻബോ ഒക്കെ ഉള്ള വാട്ടർഫോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ടാവില്ല. ഗൾഫാസ് വാട്ടർഫോൾസ് അതുപോലെ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്ന അത്ര പോലെ സുന്ദരമായി നിലനിൽക്കാൻ ഒരു അച്ഛനും മകളും നടത്തിയിട്ടുള്ളൊരു വലിയ നിയമ പോരാട്ടമൊക്കെ ഉണ്ട്. ഗവൺമെൻറ് പോലും അവർക്കെതിരായിരുന്നു. പക്ഷെ അവർ അതിനുവേണ്ടി പോരാടി അങ്ങനെ ഈ വെള്ളച്ചാട്ടം ഇന്ന് നമുക്ക് കാണാവുന്ന രീതിയിൽ പ്രകൃതിയിൽ അതെങ്ങനെയാണോ അതേ രൂപത്തിൽ നിലനിന്നു. അതിൻ്റെ കഥ അടുത്ത എപ്പിസോഡിൽ.